ഓർമ്മച്ചെപ്പ്, ഒരു അപൂർവ സായാഹ്നം. ഞങ്ങൾ ഹൈദരാബാദിൽ താമസിക്കുന്ന കാലം. കല്യാണം കഴിഞ്ഞ് 9 വർഷങ്ങളായിരിക്കുന്നു. കോളേജിൽ നിന്നും വൈകുന്നേരം പതിയെ പോലെ ഞാൻ ഫ്ലാറ്റിലേക്ക് വരികയാണ്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് 2ാം ക്ലാസ്സുകാരൻ മകനും LKG മകളും ഫ്ളാറ്റിലെ മറ്റു കുട്ടികളുമായി കളികളുടെ മൂഡിലാണ്. എന്നെ കണ്ടപ്പോൾ മകനും തെലങ്കാന ഫ്രണ്ടും കൂടി ഓടിയെത്തി. മമ്മി, അച്ചാച്ച ബാത്റൂമിൽ കിടക്കുകയാണ്. ആന്റി, അങ്കിൾ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദ ബാത്റൂം. തെലങ്കാനക്കാരൻ ഫ്രണ്ട് കൂട്ടിച്ചേർത്തു. ഞാൻ ഫ്ളാറ്റിലേക്ക് കയറി ബാത്റൂമിലേക്ക് നോക്കി. ശരിയാണ്, എന്റെ ഹസ്ബൻഡ് ബെന്നി ബാത്റൂമിൽ കിടക്കുന്നു. ഇതെന്താണ്, കുളിക്കാൻ കയറിയപ്പോൾ ബോധം കെട്ട് വീണോ? ഞാൻ വിളിച്ചിട്ടും ആൾ ഉണർന്നില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ആംബുലൻസ് വിളിക്കണം. ഞാനും 2ാം ക്ലാസ്സുകാരൻ മകനും കൂടി പരസ്പരം പറഞ്ഞു. മകൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കളികളിൽ മുഴുകിയിരിക്കുന്നു. ആംബുലൻസിന്റെ ഫോൺ നമ്പർ എന്റെ GK ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മോൻ ടെക്സ്റ്റ് എടുത്തു കൊണ്ടുവന്നു. ആംബുലൻസിൽ എത്തിയവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു നഴ്സ് എന്റെ അടുത്ത് വന്ന് മെല്ലെ പറഞ്ഞു, ഹാർട്ട് ബീറ്റും പൾസും ഒന്നുമില്ല, ആൾ മരിച്ചു. ഇതെന്ത് അത്ഭുതമാണ് ഈ സംഭവിക്കുന്നത്? വല്ലാത്ത അതിശയത്തിൽ അകപ്പെട്ട് ഞാൻ നിന്നുപോയി. പെട്ടെന്ന് ഒരാൾക്ക് മരിച്ചു പോകാൻ സാധിക്കുമോ? അതെങ്ങനെ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ വന്ന ഡോക്ടർ കാർഡിയക് അറസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമായി കേട്ടു. പിന്നെ നടന്ന കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബെന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ഹൈദരാബാദിൽ തന്നെയുള്ള കസിൻ അങ്കിളിനെയും എങ്ങനെയോ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. മൊബൈൽ മോർച്ചറിയിൽ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്ന ബോഡി 3ാം നാൾ നാട്ടിൽ നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷം ഫ്യൂണറൽ നടത്തി. ഹൈദരാബാദിൽ സെറ്റിലായിരുന്ന ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ ബ്രദറിന്റെ നിർബന്ധം നിമിത്തം ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. കുട്ടികളെ സ്കൂളിൽ ചേർത്തു. ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജിൽ റെസിഗ്നേഷൻ സംബന്ധിച്ച കുറെ ഫോർമാലിറ്റീസ് ബാക്കിയുണ്ടായിരുന്നു. അതിനായി ഞാൻ തനിയെ ഹൈദരാബാദിലേക്ക് അടുത്ത ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ മുണ്ടക്കയം പള്ളിയിൽ ഞാൻ കുർബാന കൂടാൻ പോയി. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും പുതിയൊരു ജോലി കണ്ടുപിടിച്ച് ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതിനെ കുറിച്ചും നാട്ടിലെ അപരിചിതമായ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടും ഭയവും ആശങ്കയും ദുഃഖവും തുടങ്ങി സമ്മിശ്ര വികാരങ്ങളിൽ മുഴുകി ആകെ തളർന്നിരുന്ന ഞാൻ കുർബാന കഴിഞ്ഞ കാര്യം അറിഞ്ഞില്ല. അൽത്താരയിലേക്ക് നോക്കിയ ഞാൻ അച്ഛൻ സമാപന ആശീർവാദം നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കഴിഞ്ഞ 35 വർഷങ്ങളായി പള്ളിയിൽ പോയിട്ടും എനിക്ക് മനസ്സിലാകാതിരുന്ന കാര്യം ആ നേരം ഈശോ എന്നോട് നേരിട്ട് പറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നേരെ നിൽക്കുമ്പോൾ എന്റെ നെറ്റിയിൽ കുരിശടയാളം തിളങ്ങി നിൽക്കുന്നതായും അതിനു കീഴിൽ ഞാൻ സുരക്ഷിതയായി നിൽക്കുന്നതായും എനിക്ക് പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി. ആശങ്കകളും ദുഃഖവും ഭയവും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ഉള്ളിൽ നിന്ന് എങ്ങോ പോയി മറഞ്ഞു. കുരിശടയാളം എന്ന മുദ്ര എന്റെ നെറ്റിയിലുണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? 15 വർഷങ്ങൾക്ക് മുൻപ് മുണ്ടക്കയം പള്ളിയിലെ ആ ഞായറാഴ്ച കുർബാനയിൽ എനിക്കുണ്ടായ തിരിച്ചറിവ് ഇന്നും അതേ തീക്ഷ്ണതയോടെ എന്റെ ഉള്ളിൽ നിൽക്കുന്നു. 2 ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കരുത്ത് നൽകിയത് ഈ വചനങ്ങളായിരുന്നു. ഇന്നും ഞാൻ പള്ളിയിൽ പോകുന്നത് ഈ സമാപന ആശീർവാദത്തിന് വേണ്ടിയാണ്. GK ബുക്ക് നോക്കി ആംബുലൻസിന്റെ നമ്പർ കണ്ടുപിടിച്ച 2ാം ക്ലാസ്സുകാരൻ ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാകാതിരുന്ന അന്നത്തെ LKG മകൾ ഇന്ന് MBBS 3rd ഇയർ സ്റ്റുഡന്റ് ആണ്. അധ്യാപികയായ ഞാൻ എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വളവും പുളവും കൂടാതെ സ്ട്രെയിറ്റ് ആയി നിൽക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന് കാരണം അവരുടെ നെറ്റിയിലുള്ള ആ കുരിശടയാളത്തിന്റെ തിളക്കം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്.